കൊടുക്കുവാൻ ഒന്നുമില്ലെങ്കിൽ കൈവിടുകയും എടുക്കുവാൻ ഉണ്ടെങ്കിൽ പുണരുകയും ചെയ്യുന്ന സിനിമാ ലോകത്തിന്റെ തനിനിറം തുറന്നുകാട്ടി സംവിധായകൻ ആലപ്പി അഷ്റഫ്. നടി ഉഷ ഹസീനയുടെ സഹോദരനും പ്രമുഖ നിർമ്മാതാവുമായ ഹസീബിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കും ഇപ്പോഴത്തെ ദയനീയമായ ആരോഗ്യ പ്രതിസന്ധിക്കും കാരണം നടൻ ജയറാം നൽകിയ വാഗ്ദാന ലംഘനമാണെന്നാണ് അദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തുന്നത്. കഠിനാധ്വാനത്തിലൂടെ സിനിമയിൽ സ്വന്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളായിരുന്നു ഹസീബ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച അദ്ദേഹം ആഡംബര വാഹനങ്ങളും ഗോൾഡ് ഷോപ്പുമൊക്കെയായി ആലപ്പുഴയിൽ രാജകീയമായി ജീവിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായൊരു രാഷ്ട്രീയ ചുഴിയിൽ വീഴുന്നത്. മറ്റൊരു നിർമ്മാതാവ് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് ഒരു പ്രോജക്ട് ഏറ്റെടുക്കാൻ ഹസീബ് നിർബന്ധിതനാവുകയായിരുന്നു. കാളിദാസ് ജയറാം നായകനായ ഹാപ്പി സർദാർ എന്ന ചിത്രം ഏറ്റെടുക്കരുതെന്ന് പലരും ഹസീബിനെ വിലക്കിയിരുന്നു. എന്നാൽ എന്റെ മകന്റെ പടം ഹസീബ് ഏറ്റെടുക്കണം, എന്തുണ്ടായാലും ഞാൻ ഒപ്പമുണ്ടാകും, എല്ലാം നമുക്ക് പരിഹരിക്കാം എന്ന് നടൻ ജയറാം നേരിട്ട് നൽകിയ ഉറപ്പിലായിരുന്നു ഹസീബിന്റെ കടുത്ത വിശ്വാസം. ആ വാക്ക് വിശ്വസിച്ച് കോടികൾ വാരിയെറിഞ്ഞ് അദ്ദേഹം ഷൂട്ടിംഗ് പൂർത്തിയാക്കി. പണം തികയാതെ വന്നപ്പോൾ മാർവാടികളിൽ നിന്നും വട്ടിപ്പലിശക്കാർ ഉൾപ്പെടെ 4 നിന്നുമാണ് ഹസീബ് ഫൈനാൻസ് എടുത്തത്. എന്നാൽ വലിയ ആഘോഷത്തോടെ തിയേറ്ററിലെത്തി ചിത്രം 8 നിലയിൽ പൊട്ടി. പോസ്റ്റ് ഒട്ടിച്ച പണം പോലും തിരികെ കിട്ടാതെ ഒറ്റ ചിത്രം കൊണ്ട് മാത്രം ഏതാണ്ട് 10 കോടി രൂപയുടെ കടബാധ്യതയാണ് ഹസീബിന്റെ തലയിലായത്. തകർന്നടിഞ്ഞ അവസ്ഥയിൽ ഹസീബ് ഏറെ പ്രതീക്ഷയോടെ ജയറാമിനെ സമീപിച്ചു. കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആടുപുലിയാട്ടത്തിന്റെ 2ാം ഭാഗത്തിനായി ഡേറ്റ് നൽകി സഹായിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അക്കാലത്ത് സിനിമകൾ ഇല്ലാതിരുന്നിട്ടും 1 വർഷം കാത്തിരിക്കേണ്ടി വരും എന്ന ഒഴുക്കൻ മറുപടിയാണ് ജയറാം നൽകിയത്. പണമില്ലാത്തവനെ ഒഴിവാക്കാനുള്ള തന്ത്രമായിരുന്നു അത്. താൻ കുടുങ്ങിയ വട്ടിപ്പലിശയുടെ കാര്യത്തിൽ ഗോകുലം ഗോപാലനോട് സംസാരിച്ച് ഒന്ന് ഒത്തുതീർപ്പാക്കി തരാൻ ഹസീബ് അപേക്ഷിച്ചെങ്കിലും ജയറാം തിരിഞ്ഞു നോക്കിയില്ല. പകരം എല്ലാം നല്ലതിനാണ്, ദൈവം സഹായിക്കും, ഞാൻ പ്രാർത്ഥിക്കാം എന്നൊരു വോയിസ് മെസ്സേജ് അയച്ച് ജയറാം കൈകഴുകി. കടക്കാർ വരിഞ്ഞു മുറുക്കിയതോടെ ഹസീബിന്റെ ആഡംബര വീടും സ്വത്തുക്കളും ജപ്തിയുടെ വക്കിലെത്തി. സ്വന്തം അനിയൻ ഹനീസിനെ ഒരു സ്വതന്ത്ര സംവിധായകനാക്കാൻ പോലും പണം മുടക്കാതിരുന്ന ഹസീബാണ് ജയറാമിന്റെ മകന് വേണ്ടി സർവ്വതും നൽകി തെരുവാധാരമായത്. ഈ കടുത്ത മാനസികാഘാതം മൂലം ഒടുവിൽ ഹസീബിന് പക്ഷാഘാതം പിടിപെട്ടു. തുടർന്ന് 1 മാസത്തോളം അദ്ദേഹം ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയേണ്ടി വന്നു. എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഒരേ സമയം 2 മേജർ ഓപ്പറേഷനുകൾക്കാണ് ഹസീബ് വിധേയനായത്. അന്നീ ദയനീയ വിവരമറിഞ്ഞ് ഡോക്ടർമാരെ നേരിട്ട് വിളിച്ച് ഹസീബിന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തിയത് നടൻ മമ്മൂട്ടിയായിരുന്നു. ഒടുവിൽ 11 ലക്ഷത്തിലധികം രൂപ വന്ന ആ ആശുപത്രി ബിൽ അടച്ചു തീർത്തത് നിർമ്മാതാക്കളായ ആൻഡോ ജോസഫും ബാദുഷയും ചേർന്നാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതിനെല്ലാം കാരണക്കാരനായ ജയറാം ആ വഴിക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. തന്റെ സഹോദരനെ ചതിച്ചതിനെതിരെ നടി ഉഷ ഹസീന സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പ്രതികരിച്ചിരുന്നു. പ്രതികരിക്കേണ്ടിടത്ത് വലിപ്പ ചെറുപ്പം നോക്കാതെ നിലപാടെടുക്കുന്ന ഉഷയുടെ പോരാട്ടങ്ങൾക്ക് ആലപ്പി അഷ്റഫ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം ഉഷയുടെ വ്യക്തിജീവിതത്തെയും പുനർവിവാഹത്തെയും അധിക്ഷേപിച്ച നടി ലക്ഷ്മിപ്രിയയ്ക്ക് ആലപ്പി അഷ്റഫ് മറുപടി നൽകി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രശസ്ത സംവിധായകനെ സ്ത്രീപീഡന കേസിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അഴിക്കുള്ളിലാക്കിയ ധീരയായ നടിയാണ് ഉഷയെന്നും സത്യസന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പോരാടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.